യേശുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളും യേശുവിനു വേണ്ടി സുവിശേഷം പ്രസംഗിച്ചവനും ഒടുവിൽ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി മരിച്ച പീലിപ്പോസിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. ആരാണ് ഈ മനുഷ്യൻ? യേശുവിനു വേണ്ടി എന്തൊക്കെ ചെയ്തു? വേദപുസ്തകത്തിൽ ഈ മനുഷ്യനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു? യേശുവിന്റെ ഉയർപ്പിന് ശേഷം ഇദ്ദേഹം എങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തു? ഒടുവിൽ യേശുവിനു വേണ്ടി എങ്ങനെയൊക്കെ ക്രൂരമായി കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഗലീലയിലെ ബെത്സായിദയിലാണ് ഇദ്ദേഹം ജനിച്ചത്. 2 സഹോദരിമാർ ഉണ്ടായിരുന്നു. അവരുടെ പേര് ലെയ, മരിയന്ന എന്നായിരുന്നു. അദ്ദേഹം കല്യാണം കഴിഞ്ഞവനായിരുന്നു. 3 മക്കളും ഉണ്ടായിരുന്നു. യേശു കണ്ടെത്തിയ ശിഷ്യൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. യേശു നേരിട്ട് വന്ന് എന്നെ അനുഗമിക്കുക എന്ന് വിളിച്ച ശിഷ്യനാണ് പീലിപ്പോസ്. പീലിപ്പോസിനെ കുറിച്ച് ചുരുങ്ങിയ വിവരണം മാത്രമേ തിരുവെഴുത്തുകളിലുള്ളൂ. ഒരു ദിവസം അദ്ദേഹം അന്ത്രയോസിന്റെ സഹോദരനായ ശീമോനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പിറ്റേ ദിവസം യേശു ഗലീലയിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ അനുഗമിക്കുക എന്ന് പീലിപ്പോസിനോട് പറഞ്ഞു. യേശുവിനെ അനുഗമിച്ച പീലിപ്പോസ് ആദ്യം ചെയ്തത് നഥനയേലിനെ യേശുവിലേക്ക് നയിക്കുകയായിരുന്നു. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പീലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നുവെന്നും വന്ന് കാണുക എന്നും പീലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞു. അതുമാത്രമല്ല, അവൻ ജോസഫിന്റെ പുത്രനായ യേശുവെന്ന നസറത്തുകാരൻ തന്നെയെന്നും പറഞ്ഞു. അപ്പോൾ നഥനയേൽ അവനോട് ചോദിച്ചു, നസറത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന്. പീലിപ്പോസ് ഇങ്ങനെ മറുപടി പറഞ്ഞു, വന്ന് കാണുക. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 45 മുതൽ 47 വരെയുള്ളതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ദിവസം യേശു തിബെരിയാസ് കടൽത്തീരത്ത് ഇരിക്കുന്ന സമയത്ത് വലിയ ജനക്കൂട്ടം അവന്റെ അരികിൽ വരുന്നത് കണ്ട് യേശു അവനെ പരീക്ഷിച്ചു ചോദിച്ചു, ഇവർക്ക് കഴിക്കുവാൻ നാം എവിടെ നിന്നും അപ്പം വാങ്ങുമെന്ന്. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ളതിൽ പറയുന്നു. യേശുവിന്റെ ഈ ചോദ്യത്തിന് 2 വ്യാഖ്യാനങ്ങളാണുള്ളത്. ഒന്ന്, ഭക്ഷണം നൽകുന്നതിന്റെ ചുമതല പീലിപ്പോസിന് നൽകിയിരുന്നു. 2, പീലിപ്പോസ് വിശ്വാസത്തിൽ ബലഹീനനായിരുന്നു. എന്നാൽ പീലിപ്പോസിന്റെ ഉത്തരം 2 നിഗമനങ്ങളെയും സാധുവാക്കുന്നു. പീലിപ്പോസിന്റെ മറുപടി ഇതായിരുന്നു, ഓരോരുത്തർക്കും അല്പം കൊടുത്താൽ പോലും 200 പണത്തിന് അപ്പം മതിയാകത്തില്ല. കാരണം പീലിപ്പോസിനാണല്ലോ ഭക്ഷണത്തിന്റെ ചുമതല നൽകിയിരുന്നത്. ഇത് വിശ്വാസത്തിന്റെ പരീക്ഷണമായിരുന്നു. ഒരിക്കൽ യെരുശലേമിൽ വെച്ച് കുറച്ച് ഗ്രീക്കുകാർ പീലിപ്പോസിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. പീലിപ്പോസ് ഉടനെ അന്ത്രയോസിനോട് ആലോചിച്ച ശേഷം അവർ 2 പേരും ഒരുമിച്ച് ചെന്നാണ് ഇക്കാര്യം യേശുവിനെ അറിയിച്ചത്. ഇത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ളതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാളിക മുറിയിലെ പ്രഭാത ഭക്ഷണ സമയത്ത് പീലിപ്പോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരേണം, എന്നാൽ ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അത് കേട്ടു യേശു അവനോട് പറഞ്ഞു, ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരേണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഇത് പീലിപ്പോസിന്റെ ആത്മീയ തിരച്ചിലിനെയും വളർച്ചയെയും കാണിക്കുന്നു. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യെരുശലേമിലെ മാളിക മുറിയിൽ പ്രാർത്ഥനയ്ക്കായി കൂടിയിരുന്ന 11 പേരുടെ കൂട്ടത്തിൽ പീലിപ്പോസും ഉണ്ടായിരുന്നു. പൗലോസ് ഫിലിപ്പ് സഭകൾക്ക് ലേഖനങ്ങൾ എഴുതി അത് വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചു. പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ശേഷം പീലിപ്പോസ് ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചു. ഈ പീലിപ്പോസ് സുവിശേഷം അറിയിക്കാൻ ചെന്ന എല്ലായിടത്തും ഫിലിപ്പോസിന്റെ സഹോദരി മരിയന്നെയും 3 പുത്രിമാരും കൂടെ യാത്ര ചെയ്തതായും ചരിത്ര പുസ്തകങ്ങൾ പറയുന്നു. അപ്പൊസ്തലനായ പീലിപ്പോസ് മറ്റുള്ള ശിഷ്യന്മാരെയും പോലെ ലോകത്തിന്റെ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കാൻ ചെന്നു. അവസാനമായി ഫ്രിജിയയിലെ ഹിയറാപോളിസ് എന്ന നഗരത്തിൽ പ്രവേശിച്ച് യേശുവിനെ കുറിച്ച് സുവിശേഷം പ്രസംഗിച്ചു. ഹിയറാപോളിസ് ദേശവാസികൾ ഒരു സർപ്പത്തെയാണ് ദൈവമായി കരുതി വണങ്ങി വന്നത്.
പീലിപ്പോസ് ചെന്ന് ആ സർപ്പത്തെ അവിടെ നിന്നും ഓടിച്ചു. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന ആ പാമ്പ് ആ പ്രദേശത്തിലെ പലരുടെ മേലും രാജാവിന്റെ മേലും വിഷം കക്കിയതുകൊണ്ട് പലരും മരണപ്പെട്ടു. ഉടനെ ആ ദേശത്തിലെ ജനങ്ങൾ മരിക്കാൻ കാരണം പീലിപ്പോസ് ആണെന്നും പറഞ്ഞ് പീലിപ്പോസിനെ ആക്രമിക്കാനായി ആ ജനങ്ങൾ വന്നു. അപ്പോൾ പീലിപ്പോസ് അവരോട് പറഞ്ഞു, നിൽക്ക. എന്നിട്ട് പറഞ്ഞു, സർപ്പത്തിന്റെ വിഷമേറ്റ് മരിച്ചവരെ യേശുവിന്റെ നാമത്തിൽ ജീവനോടെ പീലിപ്പോസ് എഴുന്നേൽപ്പിച്ചു. ഇത് കണ്ട ജനം അതിശയിച്ചു. ആ ദേശത്തിലെ പകുതി പേരും യേശുവിനെ സ്വീകരിച്ചു. എന്നാൽ ആ കോവിലിൽ സേവ ചെയ്തു വന്നവർക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, ഇവനെ എന്തേലും ചെയ്യണം, അത് കണ്ട് ഈ ദേശം വിറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഗവർണറുടെ സഹായത്തോടെ പീലിപ്പോസിനെ പിടിക്കുകയും ശരിക്കും ഉപദ്രവിക്കുകയും അദ്ദേഹത്തിന്റെ വസ്ത്രമൂരുകയും പച്ചയ്ക്ക് തുടയിലും കാലിലും തുളയിടുകയും ചെയ്തു. അവർ പീലിപ്പോസിനോട്, നീ യേശുവിനെ കുറിച്ചാണോ പറയുന്നത്? അവനെ കുറിച്ചാണോ പ്രസംഗിക്കുന്നത്? ആ യേശുവിനെ അടിച്ചു കൊന്നതുപോലെ നിന്നെയും അടിച്ചു കൊല്ലാം എന്ന് പറഞ്ഞ് പീലിപ്പോസിനെ ഒരു കുരിശിൽ കെട്ടിയിട്ട് അവൻ മരിക്കുന്നത് വരെ അവനെ കല്ലെറിഞ്ഞ് കൊന്നു. അങ്ങനെ പീലിപ്പോസ് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. ഹിയറാപോളിസ് നഗരത്തിൽ തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 87 ആയിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുൻപിൽ വെച്ചായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ധൈര്യമായി അവിടെ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. പീലിപ്പോസിന്റെ ജീവിതത്തിന്റെ സാരാംശം ഇതാണ്. അവൻ ഉടനെ അനുസരിച്ചവൻ, മറ്റുള്ളവരെ യേശുവിനടുത്തേക്ക് കൊണ്ടുവന്നവൻ, സംശയങ്ങൾ ചോദിക്കാൻ ഭയപ്പെടാത്തവൻ, പരീക്ഷകളിലൂടെ വളർന്നവൻ, അവസാനം വരെ വിശ്വസ്തനായവൻ. പീലിപ്പോസ് വലിയ പ്രസംഗകൻ എന്ന നിലയിൽ പ്രശസ്തനായില്ല, പക്ഷേ ദൈവരാജ്യത്തിന്റെ വിശ്വസ്തനായ ശിഷ്യനായി നിലകൊണ്ടു.